ഇറക്കണോ വേണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അത് തൽക്കാലം അറിയണ്ട. കണ്ടോ, ഞാനിവിടെ ഉണ്ടെന്ന് ശരത്ത് കണ്ടുപിടിക്കും. അവൻ വരും എന്നെ രക്ഷിക്കാൻ. ആരോരോന്ന്? ശരത്ത്. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചിയെ രക്ഷിക്കാൻ ഇനി ആരും വരില്ല. ഒന്നുകിൽ ഇവിടെ കിടന്ന് ചേച്ചി ചാവും, അല്ലെങ്കിൽ ദയവ് തോന്നി ഞങ്ങൾ ഒരു ദിവസം ഇറക്കി വിടും. ഇത് രണ്ടും സംഭവിക്കണമെങ്കിൽ അദ്ദേഹം പറയണം. ആരാണോ നിങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടത് അദ്ദേഹം. ആ പേര് എന്നോടൊന്നും പറഞ്ഞൂടെ? ഇല്ല, ആ പേര് വെളിപ്പെടുത്താനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ചേച്ചി ആ ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. ചൂടുകാലമാ, വല്ല അകത്ത് നിന്നില്ലെങ്കിൽ തളർന്നു പോകും. തളരട്ടെ, ഇവിടെ കിടന്ന് ചാവട്ടെ. എന്നാലും നിങ്ങൾ തരുന്ന ഭക്ഷണം ഞാൻ കഴിക്കില്ല. കഴിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ആ സ്റ്റേജ് എത്തിയിട്ടില്ല. എത്തട്ടെ, അപ്പൊ ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. ഗൂഢാലോചന കഴിഞ്ഞോ? മുഴുവനും കഴിഞ്ഞില്ല, കുറച്ചുകൂടി ബാക്കിയുണ്ട്. എന്തേ? ജയിച്ചു എന്നൊരു തോന്നലുണ്ടാവും. അത് വേണ്ട. ജയിച്ചു എന്നുള്ള തോന്നല് എനിക്കൊരിക്കലും ഉണ്ടാവാറില്ല, പ്രത്യേകിച്ചും നിന്നെ പോലുള്ളവരെ തോൽപ്പിക്കുമ്പോ. എനിക്ക് പറ്റിയ ഇരയല്ല നീ, പിന്നെ ഞാനെങ്ങനെ സന്തോഷിക്കാം? പരിഹസിച്ചോ? വെറുതെ അല്ല, ഓരോ നഷ്ടങ്ങൾ നിന്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. നഷ്ടങ്ങൾ ഉണ്ടാവുന്നതാണോ അതോ ഉണ്ടാക്കുന്നതോ? ഉണ്ടാക്കുന്നോ? ആര്? നിനക്കറിയില്ലേ? വെറുതെ തോന്നിയസം പറയരുത്. പ്രേമേച്ചിയെ കാണാതായതുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അവരോട് പ്രതികാരം ചെയ്യണം? ഡിവോഴ്സ് പെറ്റീഷനിൽ പോലും ഞാൻ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ വീട്ടിലെ എന്റെ പിടിച്ചു നിൽപ്പ് അതോടെ അവസാനിച്ചു കഴിഞ്ഞു. പിന്നെ പ്രേമേച്ചി ഉണ്ടായാലെന്ത്, ഇല്ലെങ്കിലെന്ത്? ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചപ്പോ ഒരുപാട് ഉത്തരങ്ങൾ പറഞ്ഞല്ലോ നീ. ചെയ്ത തെറ്റ് മറയ്ക്കാൻ ശ്രമിക്കുന്ന ആളിന്റെ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു നിന്റെ ഓരോ വാക്കിലും. ഒരിക്കലുമില്ല, ഞാൻ നിരപരാധിയാ. അപരാധിയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ചന്ദ്രൻ. എന്താ മുഖം വിയർക്കുന്നത്? കുടിക്കാൻ വെള്ളം വല്ലതും വേണം? വേണ്ട, നീ നിന്റെ പണി നോക്കി പോയേ. നീയാണ് ചെയ്തതെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷെ നിനക്കറിയാം ഈ ദുരൂഹതയെ പറ്റി. അങ്ങനെയും ഞാൻ പറയുന്നില്ല. പക്ഷെ ആര് ചെയ്തായാലും പ്രേമേച്ചി അമ്മയും തുറന്നു വിടണം. അതേ ഉള്ളൂ ഒരു അപേക്ഷ. തുറന്നു വിടാൻ അവര് തടവിലോ മറ്റോ ആണോ? ആണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ മാത്രം. കുറ്റം ചെയ്തവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. അങ്ങനെ തോന്നിപ്പിക്കാൻ ദൈവത്തിനും പോലീസിനും കഴിയട്ടെ. പോലീസിനോ? ഇപ്പൊ കാണുന്ന അന്വേഷണം അല്ല, ഇതിലും വലിയ അന്വേഷണങ്ങൾ വരും. ഈ കാണാതാകലിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായാലും അവരെ ഞാൻ പിടിക്കും, നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. ഞങ്ങളുടെ നീക്കങ്ങൾ എതിരാളികൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കുഞ്ഞളിയ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്താൽ പോരെ? ഇനിയിപ്പം മാനാഭിമാനങ്ങൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല വൃന്ദ. അവളെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ നമ്മൾ ചെയ്യണം. പ്രേമയും പാർവതിയും രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാവുമെന്നാണോ നിങ്ങൾ പറയുന്നത്?
അതൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. അവർ രണ്ടുപേരും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ഈ കാണാതാവുന്നതിന്റെ പിന്നിലും ഒരാൾ തന്നെ ആയിരിക്കില്ലേ?